അധ്യായം 19. വരുണിന്റെ ബ്ലഡ് റിസൾട്ട് മിക്കവാറും എല്ലാം നോർമലായിരുന്നു. താര സംശയിച്ചതുപോലെ തന്നെ അതേതോ മരുന്നിന്റെ എഫക്റ്റ് ആയിരുന്നു. മരുന്ന് കൊടുത്തത് ഏതൊക്കെയാണെന്ന് വരുണിനെ അറിയാത്തത് കൊണ്ട് അത് കൃത്യമായി കണ്ടുപിടിക്കാൻ മറ്റു വഴികളൊന്നുമില്ല താനും. എന്തായാലും വലിയ ഒരു അപകടത്തിൽ നിന്ന് വരുൺ രക്ഷപ്പെട്ടു എന്ന് മാത്രമല്ല, കൂട്ടത്തിൽ സഞ്ജയ് കൂടി രക്ഷപ്പെട്ടു എന്ന് വേണം കരുതാൻ. ഇനിയും 1-2 ടെസ്റ്റുകൾ കൂടി ചെയ്യാനുണ്ടായിരുന്നു. അതുകൊണ്ട് അവർ തിരുവനന്തപുരത്ത് നിന്ന് സ്വന്തം വീട്ടിൽ തന്നെ തങ്ങി. പകൽ ഇതിന്റെയൊക്കെ പുറകെ ഓടി നടന്നതുകൊണ്ട് സഞ്ജയ് ഉണ്ടാക്കിയ പുകിലൊന്നും അവർ അറിഞ്ഞിരുന്നില്ല. TV ഒന്ന് വെച്ച് നോക്കുന്ന ഗൗരി വിളിച്ച് പറഞ്ഞപ്പോഴാണ് അവർ വെച്ചത്. സംഭവങ്ങൾ കണ്ടവർ അന്തം വിട്ടിരുന്നു. വൈകുന്നേരമായിട്ടും ചർച്ചകൾ കൊഴുത്തതല്ലാതെ ഒട്ടും ചൂടാറിയിട്ടില്ല. ഈശ്വര, ഇവനിത് എന്ത് ഭാവിച്ചിട്ടാ? താര ശിരസിൽ കൈവച്ചു പോയി. വരുൺ നല്ല ത്രില്ലിൽ അത് കണ്ടുകൊണ്ടിരുന്നു. നോക്കാൻറ്റി, ഒരു സിനിമാ നടൻ വരുന്ന പോലെയുണ്ട്. ആഹാ, എന്താ സ്റ്റൈൽ! അനൂപിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്ന രംഗം TV-യിൽ ആവർത്തിച്ച് കാണിച്ചുകൊണ്ടിരുന്നത് നോക്കി വരുൺ പറഞ്ഞത് കേട്ട് മിയ കണ്ണുരുട്ടി. ഇതിന്റെയൊക്കെ ഭവിഷ്യത്ത് എന്താ എന്നറിയോ വരുൺ? താര വരുണിനോട് ചോദിച്ചു. വരുൺ ഇല്ല എന്നർത്ഥം വരും പോലെ തലയിളക്കി. ഒന്നുകിൽ ട്രാൻസ്ഫർ, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ അപകടപ്പെടുത്താൻ നോക്കും. ഞാൻ ഇവനോട് മെഡിസിൻ കഴിഞ്ഞപ്പോൾ പറഞ്ഞതാണ് ഇങ്ങോട്ട് പോരാൻ. അപ്പോൾ IPS എടുക്കണമെന്ന വാശി. പോട്ടെ, നല്ലതല്ലേ എന്ന് കരുതി. ഇതിപ്പോ നോക്ക്, ഈ ചെക്കൻ എന്താ ഇങ്ങനെ? ഈസ് ഫാന്റാസ്റ്റിക്. വരുൺ അറിയാതെ പറഞ്ഞുപോയി. നീയാണ് അവന് കൂട്ടു നിൽക്കുന്നത്, എനിക്കറിയാം. വരുൺ ചമ്മി ചിരിച്ചു. താര സഞ്ജയുടെ മൊബൈലിൽ വിളിച്ചു നോക്കി. കിട്ടുന്നില്ല, വേറെ ഫോണിലാണ്. ഇങ്ങോട്ട് വിളിക്കുന്നൊരു മെസ്സേജ് ഇട്ടിട്ട് അവർ വീണ്ടും TV-യിലേക്ക് നോക്കി. IPS പുലിക്കുട്ടി എന്ന ടാഗൊക്കെയാണ് ഫേസ്ബുക്ക് നിറയെ. വരുൺ ആവേശത്തോടെ പറഞ്ഞു. താര രൂക്ഷമായി നോക്കിയതും അവൻ മുറിയിലേക്ക് പോയി കഴിഞ്ഞു. സഞ്ജയ് ഗൗരിയുമായി ഫോണിൽ സംസാരിക്കുകയായിരുന്നു. നിനക്ക് പേടിയുണ്ടോ ഗൗരി? എന്തിന്? ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ ചിലപ്പോൾ നിനക്ക് പേടി തോന്നിയാലോ? ഇടിമിന്നലിനെയും സ്പീഡിനെയും പൂച്ചയും വരെ പേടിയുള്ള ആളല്ലേ? എൻ്റെ സഞ്ജു ചേട്ടനെ എനിക്കറിയാമല്ലോ, പിന്നെ ഞാനെന്തിനാ പേടിക്കുന്നേ? സഞ്ജയ് ഒന്ന് നിശബ്ദനായി. ഞാനിന്ന് വരില്ല കേട്ടോ. ഇന്ന് വിളിക്കില്ല, തിരക്കാണ്. നാളെ വൈകുന്നേരം വരും. അപ്പോൾ റെഡിയായിരിക്കണം. നമുക്കൊന്നിച്ചു പോയി വിവേകിനെ കൂട്ടണം. അവൾ അതിശയത്തോടെ അത് കേട്ടുനിന്നു. അവളുടെ തൊണ്ടയിൽ എന്തോ തടയും പോലെ തോന്നി, കണ്ണൊക്കെ നിറഞ്ഞ പോലെ. ഗൗരി, അവളൊന്ന് മൂളി. മിസ് യു ഉമ്മ, അവൾ ഇടർച്ചയോടെ പറഞ്ഞു. ഫോൺ കട്ടായി. ഫോൺ ടീപ്പൂയിൽ വെച്ച് അവൾ കണ്ണുകൾ അടച്ച് സെറ്റിയിലേക്ക് ചാരി. മോളെ, ഒരു ചായ എടുക്കട്ടെ? സുഷമ്മ ചേച്ചിക്ക് ഒരു നന്ദി പറയാൻ തോന്നിപ്പോയി അവൾക്ക്. തല വല്ലാതെ വേദനിക്കുന്നുണ്ടായിരുന്നു. അവൾ പുഞ്ചിരിച്ചു. സഞ്ജു ചേട്ടൻ ഇന്ന് വരില്ല ചേച്ചി, ഗേറ്റ് നേരത്തെ പൂട്ടിക്കോളൂ. ശരി മോളെ. അവർ അപ്പോൾ തന്നെ കീ എടുത്തു പോയി ഗേറ്റ് പൂട്ടിക്കളഞ്ഞു. TV-യിലെ സംഭവങ്ങളൊക്കെ അവരും കണ്ടിരുന്നു. അവർക്കുള്ളിൽ ചെറിയ പേടിയും ഉണ്ടായിരുന്നു. പൂട്ടിയിട്ട് തിരിയുമ്പോൾ റോഡിൽ ഗേറ്റിനരികിൽ ആരോ നിൽക്കുന്ന പോലെ തോന്നിയിട്ട് അവർ ടോർച്ചടിച്ചു നോക്കി. തൻ്റെ ഭർത്താവ് രാജീവൻ. അവരുടെ ഉള്ളിലൂടെ ഒരു വിറയൽ കടന്നുപോയി. വർഷം എത്ര കഴിഞ്ഞാലും അയാളെ താൻ മറക്കില്ല. സ്നേഹിച്ചത് വഞ്ചിച്ച് പോരാഞ്ഞ് പൂർണ്ണ ഗർഭിണിയായിരിക്കെ ആശുപത്രിയിൽ ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞവൻ. സുഷമേ എന്നൊരു നേർത്ത വിളിയൊച്ച അവരുടെ കാതിൽ വീണു. കാർക്കിച്ചൊരു തുപ്പു ശബ്ദം കേട്ടിടത്തേക്ക്. പിന്നെ മുഖം വെട്ടിച്ച് ശിരസുയർത്തി അവർ വീടിനുള്ളിലേക്ക് നടന്നു. ഗൗരി പൂമുഖത്ത് നിന്ന് അത് കാണുന്നുണ്ടായിരുന്നു. അതാരായിരുന്നു ചേച്ചി? സുഷമയൊന്ന് സംശയിച്ചു. പറയണോ വേണ്ടയോ? ഗൗരിയുടെ മുഖത്ത് നോക്കി കള്ളം പറയാൻ അവർക്ക് തോന്നിയില്ല. അത് അയാളായിരുന്നു. ആര്? ഒരിക്കൽ എന്നെ ചതിച്ച് ഉപേക്ഷിച്ച നാറി. ഗൗരി സ്തബ്ധയായി. ചേച്ചി, 20 വർഷം കഴിഞ്ഞു. എന്നാലും മുഖം എനിക്ക് ഓർമ്മയുണ്ട്, ശബ്ദം എനിക്ക് ഓർമ്മയുണ്ട്. ആട്ടിയോടിച്ചു വിടാൻ മടിയുമില്ല. സുഷമ കിതച്ചു. ചേച്ചി, വർഷം ഇത്രയും കഴിഞ്ഞില്ലേ? അയാൾക്ക് തെറ്റുതിരുത്താൻ ഒരവസരം. സുഷമ തീക്ഷ്ണമായി അവളെ നോക്കി. എൻ്റെ 20 വർഷങ്ങൾക്ക് ആരുത്തരം തരും? ഞാൻ കുടിച്ച കണ്ണുനീർ, ഞാൻ അനുഭവിച്ച വേദന. ഡോക്ടറമ്മ ഇല്ലായിരുന്നെങ്കിൽ തെരുവിലാണ് എൻ്റെ സ്ഥാനം. ചിലപ്പോൾ ഞാൻ ആത്മഹത്യ ചെയ്തു കഴിഞ്ഞേനെ. ഇവനൊക്കെ തോന്നുമ്പോൾ സ്നേഹിക്കാനും അല്ലാത്തപ്പോൾ വലിച്ചെറിഞ്ഞ് കളയാനുമുള്ളതാണോ പെണ്ണ്? ഗൗരി ആദരവോടെ അവരെ നോക്കി നിന്നു. ഈ ജന്മം എനിക്ക് അയാളെ വേണ്ട. ഈ ജന്മമല്ല, ഇനി ഒരു ജന്മത്തിലും വേണ്ട. സുഷമ്മ അടുക്കളയിലേക്ക് പോയി. ഗൗരി വിടർന്ന കണ്ണുകളോട് അത് നോക്കി നിന്നു. അഭിമാനിയായ സ്ത്രീ, ഇതാണ് സ്ത്രീ. അവൾ മനസ്സുകൊണ്ട് അവരെ തൊഴുതു. മുഖ്യമന്ത്രിയുടെ ഓഫീസ്. സഞ്ജയ് CM-ന്റെ മുന്നിലായിരുന്നു. താൻ സ്മാർട്ടാണെന്ന് എനിക്കറിയാം, പക്ഷെ ഇത്രയും സ്മാർട്ടാവുന്നത് തൻ്റെ ആയുസിന് നല്ലതല്ല മോനെ. നിനക്കെൻ്റെ മോനേക്കാൾ പ്രായം കുറവാണ്, അതുകൊണ്ട് പറയുകയാണ്. അനൂപിൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്തു എന്ന് പറയുന്ന ഒന്നും ലഹരിമാരെന്നല്ല. അനൂപ് നിരപരാധിയാണ്. അതായിരിക്കണം നാളത്തെ പത്രങ്ങളുടെ ഹെഡ്ലൈൻ. നാളെ അങ്ങനെ ആവണം ന്യൂസ് വരേണ്ടത്. സഞ്ജയ് പൊട്ടിച്ചിരിച്ചു പോയി. CM-ന്റെ ഉപദേശക സമിതിയിൽ എത്ര മെമ്പേഴ്സ് ഉണ്ട്? അല്ല, നിയമ ഉപദേശം തരുന്നവരും അല്ലാതെ ഉപദേശം തരുന്നവരും എല്ലാം കൂടി 10-12 വരില്ലേ? ഒരു മീറ്റിംഗ് വെച്ച് ചോദിച്ചു നോക്കണം. ഇപ്പം എന്നോട് സംസാരിച്ചതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്താണെന്ന്. ഞാൻ നിങ്ങളുടെ കീഴിൽ വരുന്ന ഓഫീസറല്ല. 10ാം ക്ലാസ്സിൽ 2 തവണ തോറ്റിട്ട് പഠിത്തം നിർത്തി കൂലിത്തല് ജോലിയാക്കി കൊന്നും കൊലവിളിച്ചും പാർട്ടി ഡെവലപ്പ് ചെയ്തിട്ടതിൻ്റെ
തലപ്പത്ത് വന്നിരുന്നപ്പോൾ പഴയ കൂലിത്തല്ലുകാരന്റെ സ്വഭാവം കാണിച്ചേക്കാമെന്ന തോന്നൽ മനസ്സിൽ വെച്ചാൽ മതി. ഇത് മുഖ്യമന്ത്രി കസേരയാണ്. അവിടെ ഇരിക്കുന്നവർ അതിന്റെ സംസ്കാരം കാണിക്കണം. സ്വന്തമായി സംസ്കാരമില്ലാത്തവനും ഇരിക്കുന്ന കസേരയുടെ സംസ്കാരം പഠിക്കണം. അല്ലെങ്കിൽ തന്തയ്ക്ക് പിറന്ന എന്നെപ്പോലെയുള്ള ഉദ്യോഗസ്ഥർ അത് പഠിപ്പിക്കും. മുഖ്യമന്ത്രിയുടെ മുഖം ചുവന്നു. എടാ കൊച്ചനെ, നിനക്ക് എത്ര വയസ്സുണ്ടാവും? 25ഓ 26ഓ? നീ ജീവിതം എന്ത് കണ്ടിട്ടുണ്ട്? നിന്റെ ആയുസ് നീ തന്നെ തീർക്കും. അയാൾ അലറി. എൻ്റെ വയസ്സ് എത്രയോ ആകട്ടെ, നിങ്ങളുടെ വയസ്സ് ഞാൻ കൃത്യമായി പറയാം. 72 വയസ്സ്, 6 മാസം 2 ദിവസം. ഡേറ്റ് ഓഫ് ബർത്ത് കാണാതെ അറിയാം എനിക്ക്. അതുമാത്രമല്ല സർവവും. സ്വന്തം ഭാര്യ ജാനകിയിൽ 2 മക്കൾ, ദുബായിൽ താമസിപ്പിച്ചിരിക്കുന്ന നാൻസി എന്ന പഴയ ക്യാബറെ ആർട്ടിസ്റ്റിന്റെ 2 മക്കൾ. ഇനിയും കുറച്ചു കാര്യങ്ങൾ കൂടി അറിയാം, പക്ഷെ പറയുന്നില്ല. മുഖിന്റെ മുഖം വിളറി വെളുത്തു. തെളിവ് വേണോ? അയാൾ തൂവാലയെടുത്ത് വിയർപ്പൊപ്പി. ഒരിടത്തേക്ക് ജോലിക്ക് വരുമ്പോൾ സ്ഥലത്തിന്റെ ഭൂമിശാസ്ത്രം മാത്രം നോക്കിയാൽ പോരാ, ഭരണാധികാരികളുടെ ചരിത്രം കൂടി പഠിക്കണം. ഇത് ചാണക്യശാസ്ത്രം. ഞാനൊരു ചാണക്യൻ ഫാനാണ്. സഞ്ജയ് കൈകൾ നെഞ്ചിൽ കെട്ടി. എന്നെ ഇവിടുത്തെ പോസ്റ്റ് ചെയ്തത് കേന്ദ്ര ഗവൺമെൻറ്റാണ്. എനിക്കിവിടെ ഒരു മിഷനുണ്ട്. കംപ്ലീറ്റ് ആകുമ്പോൾ ഞാൻ ഇവിടെ നിന്ന് പോകും. അതിനിടയിൽ കയറി ഇതുപോലത്തെ ഡയലോഗ് അടിച്ച് പണ്ടത്തെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയിലെ വില്ലന്മാർ പറയുന്ന പോലെ ചീപ്പ് ഭീഷണി എന്നോട് വേണ്ട. കാരണം ഇപ്പോൾ ഉള്ള മിഷന്റെ കൂടെ മുഖ്യമന്ത്രിയുടെ ഹവാല ഇടപാടുകളുടെ കണക്കുകൾ കൃത്യമായി ഇടിക്ക് കൊടുക്കേണ്ടി വരും എനിക്ക് ടൈമില്ല CMA. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പല ഉദ്യോഗസ്ഥരെയും കണ്ടിട്ടുണ്ടാവും. ഇതുപോലെ ഭീഷണിപ്പെടുത്തി കാര്യം നേടിയിട്ടുണ്ടാവും. അല്ലാത്തവരെ കൊന്നിട്ടുണ്ടാവും. എനിക്ക് ഈ ഭീഷണിയൊക്കെ പുല്ല്. അപ്പോൾ ശരി. അവൻ തിരിഞ്ഞു നടന്നു. പെട്ടെന്ന് തിരിഞ്ഞു നിന്നു. CMA, ജേക്കബ്സ് ഹോസ്പിറ്റൽ ഷെയർ ഉണ്ടല്ലേ? അതും 60%. അവയവ കച്ചവടം പൊടിക്കുന്നുണ്ട് അല്ലേ? മുഖ്യമന്ത്രി പൂർണ്ണമായും തളർന്നുപോയ നിമിഷമായിരുന്നു അത്. സഞ്ജയ് ഒന്ന് ചിരിച്ചു. കളിക്കുമ്പോൾ സൂക്ഷിച്ച് കളിക്കണം. സിംഹമാണെങ്കിലും വയസ്സായാൽ ജരാനരകൾ ബാധിച്ചൊതുങ്ങണം. സ്വന്തം ഗുഹയിൽ ഒതുങ്ങിക്കോണം, ഇല്ലെങ്കിൽ ഒതുക്കും. ഇതുപോലത്തെ ആൺപിള്ളേര്. ഇത് ഉപദേശമല്ല കേട്ടോ. വാണി, ലാസ്റ്റ് വാണി. സഞ്ജയ് വിരൽ ചൂണ്ടി. പിന്നെ തിരിഞ്ഞു നടന്നു. ഉറച്ച ചുവടുകളോടെ സഞ്ജയ് വാതിൽ കടന്നു പോകുമ്പോൾ മുഖ്യമന്ത്രി മുഖം കൈകളിൽ താഴ്ത്തി കുനിഞ്ഞിരുന്നു. ജീവിതത്തിൽ ആദ്യമായി മുഖത്ത് അടിയേറ്റ പോലെ. അതെ, അതൊരടിയായിരുന്നു. ആരെയും എന്തും പറയാമെന്നും ചെയ്യാമെന്നും കരുതിയ അഹന്തയ്ക്ക് മേൽ കിട്ടിയ ഉഗ്രനടി. വിവേക് ജയിലിന്റെ വാതിൽ കടന്ന് പുറത്തിറങ്ങി. വെളിച്ചം. അവൻ ശുദ്ധവായു ശ്വസിക്കാൻ എന്ന വണ്ണം പുറത്തെ വായു ഉള്ളിലേക്ക് എടുത്തു. പെട്ടെന്ന് അവന് ആ മനുഷ്യൻ പറഞ്ഞ മുന്നറിയിപ്പ് ഓർമ്മ വന്നു. ജയിലിന്റെ പുറത്ത് തന്നെ കാത്ത് കൊല്ലാൻ നിൽക്കുന്ന ഒരു സംഘം. അവന് പക്ഷെ അങ്ങനെ ആരെയും കാണാൻ കഴിഞ്ഞില്ല. എങ്ങോട്ട് പോകണമെന്നറിയാതെ ഒരു നിമിഷം അവൻ നിന്നു. മോനെ, ഒരു വിളിയൊച്ച. അപ്പനും അമ്മയും. അവൻ സ്തബ്ധനായി. നിങ്ങളെങ്ങനെ? അവൻ അറിയാതെ ചോദിച്ചുപോയി. ഒക്കെ അറിഞ്ഞു. മോൻ വാ, നമുക്ക് വീട്ടിൽ പോവാം. അവർക്കൊപ്പം വാഹനത്തിൽ കയറുമ്പോൾ അവനൊന്ന് തിരിഞ്ഞു നോക്കി. തനിക്ക് രക്ഷപ്പെട്ടു പോകാനുള്ള വാഹനം അവിടെ പാർക്ക് ചെയ്തിരിക്കുന്നത് അപ്പോൾ അവൻ കണ്ടു. അച്ഛനും അമ്മയും വരുമെന്ന സ്വപ്നത്തിൽ കൂടി അവൻ ചിന്തിച്ചിരുന്നില്ല. ഈ 7 വർഷത്തിൽ ഒരിക്കൽ പോലും അവർ തന്നെ കാണാൻ വന്നിട്ടില്ല. ഒരു കത്തെഴുതിയിട്ടില്ല. ഒന്ന് ഫോൺ വിളിച്ചിട്ടില്ല. താൻ പറഞ്ഞത് അതൊന്നും അവർ കേട്ടില്ല, വിശ്വസിച്ചില്ല. ഇപ്പൊ പിന്നെ എന്തിനു തന്നെ കൂട്ടിക്കൊണ്ടുപോയി? അവൻ അവരോട് വെറുപ്പ് തോന്നി. ഒരേ ഒരാൾ മാത്രമാണ് തന്നെ സ്നേഹിച്ചത്, തന്നെ വിശ്വസിച്ചത്, തൻ്റെ പാറക്കുട്ടി. എനിക്ക് വിശ്വാസമാണ് ഏട്ടാ എന്ന് 1000 വട്ടം അവൾ പറഞ്ഞതിൻ്റെ ബലത്തിലാണ് ജീവിച്ചിരുന്നത് പോലും. ഇന്നവൾ വീട്ടിലില്ല. അവൻ്റെ അടിമയായി നരകിച്ച് ജീവിക്കുന്നുണ്ടാവും. അവൻ പറഞ്ഞതാണത്. സഞ്ജയെ തനിക്കറിയാം. അവൻ പറഞ്ഞാൽ പറഞ്ഞതുപോലെ ചെയ്യും. ഒരാളെ വെടിവെച്ചിടാൻ മടിയില്ലാത്തവൻ. ഒരു മന്ത്രിയുടെ മകനെ പോലും പരസ്യമായി അറസ്റ്റ് ചെയ്തു കൊണ്ടുപോകാൻ പേടിയില്ലാത്തവൻ. അവൻ്റെ അടുത്ത ടാർഗറ്റ് താൻ തന്നെയാവും. പ്രതികാരവും പകയും ഉള്ളിൽ കൊണ്ടു നടക്കുന്നവനാണ്. അപ്പയ്ക്കും അമ്മയ്ക്കും ഒരുപക്ഷെ ഇതൊന്നും അറിയണമെന്നില്ല. അല്ലെങ്കിൽ അവരുടെ മുന്നിൽ അഭിനയിച്ചിട്ടുണ്ടാവും. തൻ്റെ പാറു എങ്ങനെയാ വൃത്തികെട്ടവൻ്റെ കൂടെ ജീവിക്കുന്നു? അവൻ്റെ കണ്ണ് നിറഞ്ഞൊഴുകി. അവൻ കണ്ണുകൾ അടച്ച് കാറിൻ്റെ പിൻ സീറ്റിലേക്ക് ചാരി കാർ ഓടിക്കൊണ്ടിരുന്നു. ഇടയ്ക്ക് കുറച്ച് സമയം കിട്ടിയപ്പോൾ സഞ്ജയ് താരയെ വിളിച്ചു. വരുൺ പെർഫെക്റ്റ് ഓക്കെയായി എന്നറിഞ്ഞപ്പോൾ അവന് സമാധാനമായി. ടെസ്റ്റുകളെല്ലാം കഴിഞ്ഞു. ഞങ്ങൾ ഉടനെ വരുമെന്നും അവർ കൂട്ടിച്ചേർത്തു. വരുണിനോടും കൂടി അല്പനേരം സംസാരിച്ചിട്ട് അവൻ ഫോൺ വെച്ചു. IG ചന്ദ്രമോഹന്റെ ഓഫീസിൽ ചെല്ലുമ്പോൾ നല്ല തിരക്കായിരുന്നു അവിടെ. ഞാൻ ആരോടൊക്കെ മറുപടി പറഞ്ഞു മടുത്തു എന്ന് നിനക്കറിയുമോ സഞ്ജയ് ചിരിച്ചു. ഞാൻ തെറ്റൊന്നും ചെയ്തില്ലല്ലോ അങ്കിൾ. അവൻ്റെ മുഖം കാണുമ്പോൾ എപ്പോഴത്തെയും പോലെ അയാളുടെ ഉള്ളിൽ വാത്സല്യം നിറഞ്ഞു. തൻ്റെ മാധവൻ്റെ മകൻ. അവൻ വളർന്നത് തൻ്റെ കൺമുന്നിൽ കൂടിയാണ്. IPS എടുക്കണമെന്നൊക്കെ കുഞ്ഞിലേ പറഞ്ഞത് ഇപ്പോഴും ഓർമ്മയുണ്ട്. വളർന്നപ്പോൾ മെഡിക്കൽ കോളേജിൽ ചേർന്നു. എന്നറിഞ്ഞപ്പോൾ അച്ഛനെയും അമ്മയെയും പോലെ ഒരു ഡോക്ടർ, അത്രേ കരുതിയുള്ളൂ. പക്ഷെ ഒരു ദിവസം കാണാൻ വന്നു. പറഞ്ഞു, അങ്കിളെ എനിക്ക് സിവിൽ സർവീസാണ് ഇഷ്ടം, ഹെൽപ്പ് ചെയ്യണം. അങ്ങനെ താനാണ് പാലക്കാട് കോച്ചിങ് ക്ലാസ്സിൽ കൊണ്ട് ചേർക്കുന്നത്. തൻ്റെ പരിചയക്കാർ ധാരാളം ഉണ്ടായിരുന്നു അവിടെ. അന്നേ മിടുക്കനാണ് സഞ്ജു.
അവൻ പരീക്ഷ എഴുതുമ്പോൾ എല്ലാവർക്കും അറിയാമായിരുന്നു അവന് 10 റാങ്കിനുള്ളിൽ തന്നെ കിട്ടുമെന്ന്. എന്നാൽ എല്ലാവരെയും അതിശയിപ്പിച്ചുകൊണ്ട് അവൻ ഫസ്റ്റ് റാങ്ക് നേടി. മിടുമിടുക്കൻ തന്നെ. പക്ഷെ എന്താ ചെയ്യുക, എടുത്തുചാട്ടം, തൻ്റെ ഇടം ഒക്കെ കൂടിപ്പോയി. അങ്കിളെന്താ സ്വപ്നം കാണുവാണോ? അവൻ വിരൽ ഞൊടിച്ചു. അതേടാ, അതിന് പറ്റിയ പ്രായമാണല്ലോ, അതിന് പറ്റിയ സമയവും. നീയായിട്ട് സ്വപ്നം കാണാൻ കുറെ കാര്യങ്ങൾ ഉണ്ടാക്കി തന്നിട്ടുണ്ടല്ലോ. എന്നെ മര്യാദയ്ക്ക് റിട്ടയർ ചെയ്യിക്കില്ല നീ, അത് ഉറപ്പാ. സഞ്ജയ് അയാളെ ചേർത്ത് പിടിച്ചു. എൻ്റെ പൊന്നങ്കിളെ, ഈ രാഷ്ട്രീയക്കാരെ ഇങ്ങനെ പേടിക്കണ്ട. ഈ 5 വർഷം കഴിഞ്ഞാൽ അവർ പൊതുജനം തന്നെയല്ലേ. 5 വർഷത്തെ ഒരു ഗുമ്മ് അങ്ങനെ കണ്ടാൽ മതി. പോകാൻ പറ. നിനക്ക് പറ, നീ വല്ല UP-യിലോ ഡൽഹിയിലോ പോയി രക്ഷപ്പെടും, ഞാൻ തനിച്ചാകും. അവൻ അയാളുടെ കൈകൾ മുറുകെ പിടിച്ചു. അങ്കിളിനെ വിട്ട് ഞാൻ ഒരിക്കലും ഒരിടത്തും പോകില്ല. ലോകനാർക്കാവിൽ അമ്മയാണ് സത്യം, സത്യം, സത്യം. അയാൾ പൊട്ടിച്ചിരിച്ചു. നീ നസീർ ഫാൻ ആണോടാ? ഹേയ്, ഞാൻ ചാണക്യൻ ഫാനാ. അതാരാ? IG കണ്ണിറുക്കി. അതെൻ്റെ അച്ഛൻ്റെ മുത്താപ്പയായിട്ട് വരും. തമാശിക്കല്ലേ? ഞാനൊന്ന് വീട്ടിൽ പോയിട്ട് വരട്ടെ, വേഗം വരാം, ഭാര്യയെ മിസ് ചെയ്യുന്നേ. ഓ ഓ അത് ശരി. ഈ വീരശൂര പരാക്രമയുടെ ഉള്ളിൽ ഒരു റൊമാൻറ്റിക് ഹീറോ ഉണ്ടല്ലേ. റൊമാൻറ്റിക് അല്ലെങ്കിൽ പെണ്ണുപിള്ള ഇട്ടേച്ചും പോവും. IG പൊട്ടിച്ചിരിച്ചു പോയി. സഞ്ജയ് കൈവീശി യാത്ര പറഞ്ഞു പോവുകയും ചെയ്തു. തിരക്കുകൾ തീർന്നിട്ടൊന്നുമില്ല. സഞ്ജയ് വീട്ടിലേക്ക് വന്നത് അവന് ഗൗരിയെ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. ജയിലിൽ നിന്ന് വിവേകിനെ കൂട്ടാൻ പോകാമെന്ന് കരുതിയിട്ട് തിരക്ക് മൂലം അതും നടന്നില്ല. വിവേക് അച്ഛൻ്റെയും അമ്മയുടെയും ഒപ്പം വീട്ടിലേക്ക് പോയെന്നറിഞ്ഞപ്പോൾ അവന് സമാധാനമായി. ഒന്ന് കുളിച്ച് വേഷം മാറി താഴേക്ക് വന്നപ്പോൾ ഗൗരി കഴിക്കാൻ എടുത്തു വെച്ചിരിക്കുന്നു. നീയും ഇരിക്കെ, ഒന്നിച്ച് കഴിക്കാം. ഗൗരിക്ക് 2 ദിവസമായി നല്ല തലവേദനയുണ്ടായിരുന്നു. വിശപ്പുമില്ല. എനിക്ക് വേണ്ട സഞ്ജയ് ചേട്ടാ, വിശപ്പില്ല. നമുക്ക് ഏട്ടനെ ഒന്ന് കാണാൻ പോകണം. അപ്പയുടെയും അമ്മയുടെയും ഒപ്പം പോയെങ്കിലും ആള് മുറിയിൽ തന്നെ ഇരിപ്പാണെന്ന് അറിഞ്ഞത്. എന്തെങ്കിലും തെറ്റിദ്ധാരണയുണ്ടെങ്കിൽ അത് മാറ്റണം. ഏട്ടന്റെ മനസ്സിൽ ഇപ്പോഴും ചിലപ്പോൾ നമ്മൾ വഴക്കാണെന്നായിരിക്കോ? സഞ്ജയ് അങ്ങനെ ഒരു സാധ്യത ഇതുവരെ ചിന്തിച്ചില്ല. താൻ വിവേകിനെ അവസാനം കണ്ടപ്പോൾ അവനെ ഭീഷണിപ്പെടുത്തുകയാണ് ചെയ്തത്. ഗൗരിയുടെ ജീവിതം നരകമാക്കുമെന്ന് താൻ പറഞ്ഞിരുന്നു. അവനെ ഇടയ്ക്ക് പോയി കണ്ട് തെറ്റിദ്ധാരണ തിരുത്തേണ്ടതായിരുന്നു എന്നവന് തോന്നി. എനിക്കിപ്പോൾ മാറി നിൽക്കാൻ പറ്റില്ല ഗൗരി. അതീവ ഗുരുതരമായ പുതിയൊരു കേസ് അന്വേഷണത്തിന് ഇടയിലാണ് ഞാനിപ്പോൾ. ഇന്നുകൂടി വരാൻ പറ്റുമെന്ന് കരുതിയതല്ല. അവൻ കഴിച്ചെഴുന്നേറ്റു. കൈ കഴുകി മുറിയിലേക്ക് പോയി. ഗൗരി കൂടെ ചെന്നു. നിന്നെ കാണാതിരിക്കുമ്പോൾ വല്ലാത്തൊരു എന്താ പറയുക. അവൻ ഗൗരിയെ നെഞ്ചിൽ ചേർത്ത് പിടിച്ചു. ഗൗരി ആ മുഖം പിടിച്ചു താഴ്ത്തി നെറ്റിയിൽ ചുംബിച്ചു. നിന്റെ ഓർമ്മയിൽ മാത്രമാണ് ഗൗരി ചിലപ്പോൾ ഞാൻ ദുർബലനായി പോകുന്നത്. അവൻ അവളുടെ കണ്ണുകളിൽ ഉമ്മ വെച്ചു. ഗൗരി ആവേശത്തോടെ അവനെ ഇറുകെ പുണർന്നു. ദിവസങ്ങളുടെ വിരഹം. സഞ്ജയുടെ അവസ്ഥയും മറ്റൊന്നായിരുന്നില്ല. വിരഹം അവനെ വല്ലാത്തൊരവസ്ഥയിൽ എത്തിച്ചിരുന്നു. ഉടലും മനസ്സുമൊക്കെ വരണ്ട പോലെ അവൻ അവളെ ചുംബിച്ചുകൊണ്ടേയിരുന്നു. അവന്റെ വിരലുകൾ ഭ്രാന്തമായി അവളുടെ ഉടലിനെ ലാളിച്ചുകൊണ്ടേയിരുന്നു. അവന്റെ കൈക്കുള്ളിൽ ഗൗരി പൂത്തുലഞ്ഞ പൂമരം കണക്കെയായി. ആർത്തിരമ്പി എടുക്കുന്ന കടൽ പോലെ സഞ്ജയ്. ഗൗരി തീരമായി. എന്റെ പൊന്നെ, അവൾ അടക്കി വിളിച്ചുകൊണ്ട് അവനെ തന്നിലേക്ക് ചേർത്തു. പിന്നീട് എപ്പോഴും കടലടങ്ങി. ഗൗരി ആ നെഞ്ചിൽ മുഖം ചേർത്ത് കണ്ണുകൾ അടച്ചു കിടന്നു. അവന്റെ ഹൃദയം ഇടിക്കുന്നത് കേട്ട്. കോളിംഗ് ബെൽ ശബ്ദിച്ചത് കേട്ട് സഞ്ജയ് എഴുന്നേറ്റു. സുഷമ ചേച്ചി കുറേ സാധനങ്ങൾ വാങ്ങാൻ പോയിരുന്നത് കൊണ്ട് താഴെ ആളില്ല, വരുണായിരിക്കുമെന്ന് അവർ എത്താറായി എന്ന് വിളിച്ചു പറഞ്ഞിരുന്നു. സഞ്ജയ് ഗൗരിയോട് പറഞ്ഞിട്ട് താഴത്തെ നിലയിലേക്ക് പോയി. ഗൗരിയും എഴുന്നേറ്റു. സഞ്ജയ് വാതിൽ തുറന്നു. മുന്നിൽ വിവേക്. അവന് പെട്ടെന്ന് എന്തു പറയണമെന്നൊരു ഊഹം കിട്ടിയില്ല. വളരെ മൂർച്ചയുള്ളതെന്തോ അടിവയറ്റിലേക്ക് താഴ്ന്നു പോകുന്നതറിഞ്ഞ് അവൻ വിവേകിനെ ബലമായി തള്ളിക്കയറ്റി. എൻ്റെ അനിയത്തിക്ക് വേണ്ടി ഞാൻ ഒരു തവണ കൂടി ജയിലിൽ പൊയ്ക്കോളാം, തെറ്റ് ചെയ്തിട്ട്, വിവേക് അമർന്ന ശബ്ദത്തിൽ പറഞ്ഞു. സഞ്ജയുടെ കാഴ്ച മങ്ങി. അവൻ ബലമില്ലാതെ പിന്നിലേക്ക് നീങ്ങി. പിന്നാലെ വന്ന ഗൗരിയുടെ ദേഹത്ത് തട്ടി അവൻ നിന്നു. ഗൗരി വിശ്വസിക്കാൻ സാധിക്കാതെ വിവേകിനെ നോക്കിക്കൊണ്ടിരുന്നു. വിവേകിന്റെ കയ്യിലെ കത്തിയിൽ നിന്ന് ഇറ്റു വീഴുന്ന രക്തം, സഞ്ജയുടെ ഉദരത്തിൽ നിന്ന് കുതിച്ചു ചാടുന്ന രക്തം. അയ്യോ എൻ്റെ പൊന്നെ! അലറിക്കരഞ്ഞുകൊണ്ട് ഗൗരി സഞ്ജയുടെ ഉടലിനെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു. അവളെ നനച്ചുകൊണ്ട് അവന്റെ രക്തം പടർന്നൊഴുകിക്കൊണ്ടിരുന്നു. വിവേക് ആ ഒറ്റ വിളിയൊച്ചയിൽ നടുങ്ങി പകച്ച് നിന്നുപോയി. തുടരും. അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.